ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമൻ നാരായണീയം ദശകം 48 നളകൂപരമണിഗ്രീവന്മാരുടെ ശാപമോക്ഷം. ശ്ലോകം 7. അഭാജിശാഖിദ്വിതയം യദാ ത്വയാ തദൈവ തദ്ഗർഭതലാന്നിരേയുഷ മഹാത്വിഷായക്ഷയുഗേന തത്ക്ഷണാദഭാജി ഗോവിന്ദ ഭവാനഭിസ്തവൈ. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥവും നോക്കാം. അഭാജി ശാഖി ദ്വിതയം യദാ ത്വയാ തദൈവ തദ്ഗർഭതലാത് നിരേയുഷ മഹാത്വിഷ യക്ഷയുഗേന തത്ക്ഷണാത് അഭാജി ഗോവിന്ദ ഭവാൻ അഭി സ്തവൈ. ലാസ്റ്റിൽ വിസർഗം, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. അഭാജി വീഴ്ത്തപ്പെട്ടു, ശാഖിദ്വിതയം 2 വൃക്ഷങ്ങളും, യഥാ എപ്പോഴാണോ, ത്വയ ഭഗവാനാൽ, തഥാ ഏവ അപ്പോൾ തന്നെ, തദ്ഗർഭതലാത് അവയുടെ ഉള്ളിൽ നിന്ന്, നിരേയുഷ പുറത്തു വന്നവരും, മഹാത്വിഷ വലിയ ശോഭയോടു കൂടിയവരുമായ, യക്ഷയുഗേന 2 യക്ഷന്മാരാൽ, തത്ക്ഷണാത് ഉടനെ തന്നെ, ഭവാൻ അഭി അവിടുന്ന്, അഭാജി ഭജിക്കപ്പെട്ടു, സ്തവൈ സ്തുതികളാൽ, ഗോവിന്ദ അല്ലയോ കൃഷ്ണ. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അഭാജി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശാഖി ദ്വിതയം, ശാഖി ഖി എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ദ്വിതയം ദ്വി നവള ചിഹ്നം വള്ളി ഇതൊക്കെ ശ്രദ്ധിച്ചോളൂ. യദ് ദ എന്നുള്ളത് ദയയിലത്തെ, ത്വയ ത്വ നവള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ത്വയ എന്നല്ല ത്വയ. തദൈവ തദ് ഏവ അത് ചേർത്തിട്ടാണ് തദൈവ. തദ്ഗർഭതലാന്നിരേയുഷ ഗർഭ എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. മഹാത്വിഷ യക്ഷയുഗേന ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തത്ക്ഷണാത് അവിടെ അങ്ങനെ നിർത്തിയിട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഇവിടെ അഭാജി എന്നാണ് വരിക. ചേർത്ത് ചൊല്ലുമ്പോൾ തത്ക്ഷണാദഭാജി അങ്ങനെ വരും. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗോവിന്ദ ഭവാനഭി ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്തവൈ അവിടെ ലാസ്റ്റിൽ വിസർഗം, അപ്പോൾ വിസർഗത്തോടു കൂടെ നിർത്തണം. സ്തവൈ അങ്ങനെ നിർത്തണം. അഭാജി ശാഖിദ്വിതയം യദ് ത്വയാ തദൈവ തദ്ഗർഭതലാന്നിരേയുഷ മഹാത്വിഷ യക്ഷയുഗേന തത്ക്ഷണാദഭാജി ഗോവിന്ദ ഭവാനഭിസ്തവൈ. അടുത്തത് 8ാമത്തെ ശ്ലോകം. ഇഹാന്യഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാത് ഭവദംഘ്രിമാഗതൗ ഗതൗ വൃണാനൗ ഖലു ഭക്തിമുത്തമാം. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാമെന്നും അത് പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ഇഹ അന്യ ഭക്ത അപി ചേർത്തിട്ടാണ് ഇഹാന്യഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തം ഏതൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാത് ഭവത് അംഘ്രിം ആഗതൗ ഗതൗ വൃണാനൗ ഖലു ഭക്തിം ഉത്തമാം. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ഇഹ ഈ ലോകത്തിൽ, അന്യഭക്ത അപി മറ്റു ദേവതാ ഭക്തരും, സമേഷ്യതി പ്രാപിക്കും, ക്രമാത് ക്രമേണ, ഭവന്തം അങ്ങയെ, ഏതൗ ഖലു ഈ 2 പേരുമാകട്ടെ, രുദ്രസേവകൗ ശിവഭക്തന്മാരായ, മുനിപ്രസാദാത് നാരദൻ്റെ അനുഗ്രഹത്താൽ, ഭവന്തം അങ്ങയെ, ആഗതൗ പ്രാപിച്ചവരായി തീർന്ന്, ഉത്തമാം ഉത്തമമായ, ഗതൗ ഖലു
തങ്ങളുടെ സ്ഥാനത്തേക്ക് പോയല്ലോ. ഭക്തിം ഭക്തിയെ വൃണാനൗ വരം കൊടുക്കുന്നവനായി. നമുക്കിതിലെ അക്ഷരങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇഹാന്യ ഭക്തോപി, ഇഹ അന്യ ഭക്ത അപി, അത് ചേർത്തിട്ടുള്ള വാക്കാണ് ഇഹാന്യ ഭക്തോപി. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭക്ത എന്നുള്ളതിൻ്റെ കാത്ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. ഇവിടെ അവഗ്രഹ ചിഹ്നമുണ്ട്, അപ്പോൾ ആന്ന് നമ്മൾ മനസ്സിലാക്കണം. മുന്നേ നിറയെ പഠിച്ചിട്ടുണ്ട് ഇതുമാതിരി. പക്ഷെ അത് ചൊല്ലണ്ട. ഭക്തോന്ന് നീട്ടിയിട്ട് പി എന്ന് പറഞ്ഞാൽ മതി. സമേഷ്യതി ക്രമാത് ഭവന്തമേതൗ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭവന്തമേതൗ എന്ന വള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഖലു, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. രുദ്രസേവകൗ മുനിപ്രസാദാത് ഭവദംഘ്രിമാഗതൗ, മുനിപ്രസാദാത് ഭവത് എന്നുള്ളതിൻ്റെ ഭാന്ന് നന്നായിട്ട് ഊന്നി പറയണം. അംഘ്രി എന്നുള്ളതിൻ്റെ ഖ്ര എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ആഗതൗ, ഗതൗ, വൃണാനൗ, വൃ എന്നാണ്. നമ്മൾ കഴിഞ്ഞൊരു ശ്ലോകത്തിൽ പഠിച്ചു വ്രജം എന്ന്, അത് വ്ര എന്നാണ്. ഇവിടെ വൃ എന്നാണ്. വൃണാനൗ ഖലു, ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഭക്തിമുത്തമാം, ഭക്തി, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ക്തി എന്നുള്ളത് ഇവിടെ അതേപോലെ കാത്ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. ഭക്തിമുത്തമാം, മാം എന്ന് നീട്ടിയിട്ട് മുറുക്കം അങ്ങനെ നിർത്താം. ഇഹാന്യ ഭക്തോപി സമേഷ്യതി ക്രമാത് ഭവന്തമേതൗ ഖലു രുദ്രസേവകൗ മുനിപ്രസാദാത് ഭവദംഘ്രിമാഗതൗ ഗതൗ വൃണാനൗ ഖലു ഭക്തിമുത്തമാം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.